नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 64. ഭഗവാൻ ബലരാമൻ വൃന്ദാവനം സന്ദർശിക്കുന്നു. പേജ് നമ്പർ 631. മാതാപിതാക്കളായ യശോദയെയും നന്ദമഹാരാജാവിനെയും കാണാൻ ഭഗവാൻ ബലരാമന് അത്യന്തം ഉത്കണ്ഠയായി. അതിനാൽ ഉത്സാഹഭരിതനായി അദ്ദേഹം രഥത്തിലേറി വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. ദീർഘകാലമായി വൃന്ദാവനവാസികൾ കൃഷ്ണനെയും ബലരാമനെയും കാണാൻ ഉത്കണ്ഠാകുലരായിരുന്നു. ബലരാമൻ വൃന്ദാവനത്തിൽ മടങ്ങിയെത്തുമ്പോൾ ഗോപകുമാരന്മാരും ഗോപികളുമെല്ലാം വളർന്നു വലുതായി കഴിഞ്ഞിരുന്നു. എന്നാലും അവൻ വന്നെത്തിയപ്പോൾ അവരെല്ലാം ബലരാമനെ ആശ്ലേഷിച്ചു. അദ്ദേഹം തിരിച്ചു അവരെയും പുണർന്നു. തുടർന്ന് അദ്ദേഹം നന്ദമഹാരാജാവിൻ്റെയും യശോദയുടെയും അടുത്തെത്തി അവർക്കു സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു. അവരിരുവരും അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ജഗദീശ്വരൻ, അതായതു എല്ലാവരുടെയും രക്ഷകനായ, അതായത് പ്രപഞ്ചാധിപൻ എന്നാണ് അവർ അദ്ദേഹത്തെ സംബോധന ചെയ്തത്. ജീവാത്മാക്കളെയെല്ലാം സംരക്ഷിക്കുന്നതു കൃഷ്ണനും ബലരാമനുമാണല്ലോ. എന്നിട്ടും കൃഷ്ണന്റെയും ബലരാമന്റെയും അസാന്നിധ്യം മൂലം മാതാപിതാക്കളായ നന്ദനും യശോദയും കഷ്ടാവസ്ഥയിലായിരുന്നതിനാലാണ് ഇങ്ങനെ സംബോധന ചെയ്തത്. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അവർ ബലരാമനെ ആശ്ലേഷിച്ച് മടിയിൽ പിടിച്ചിരുത്തി നിരന്തരം വിലാപം തുടങ്ങി. കണ്ണീർ കൊണ്ടു ബലരാമന്റെ ദേഹം നനച്ചു. തുടർന്നു ബലരാമൻ മുതിർന്ന ഗോപന്മാരെ പ്രണമിച്ചു. പ്രായം കുറഞ്ഞ ഗോപന്മാരുടെ പ്രണാമങ്ങൾ കൈക്കൊണ്ടു. ഇപ്രകാരം പ്രായഭേദവും ബന്ധമുറയും അനുസരിച്ച് ബലരാമൻ സൗഹൃദ വികാരങ്ങൾ കൈമാറി. സമപ്രായക്കാരുടെ കൈപിടിച്ചു കുലുക്കി ഉറക്കെ ചിരിച്ചുകൊണ്ട് അവരെയെല്ലാം ആശ്ലേഷിച്ചു. ഗോപന്മാരുടെയും ഗോപകുമാരന്മാരുടെയും ഗോപിമാരുടെയും യശോദാനന്ദന്മാരുടെയും സ്വീകരണങ്ങൾക്കു ശേഷം അവരെല്ലാം ഉപവിഷ്ടരായി. സംതൃപ്തരായ അവർ അവന്റെ ചുറ്റും നിന്നു. ആദ്യം ബലരാമൻ അവരോടെല്ലാം ക്ഷേമാന്വേഷണം നടത്തി. തുടർന്ന് വളരെ കാലം കാണാൻ സാധിക്കാത്തതിനാൽ അവർ അവനോട് അനേകം ചോദ്യങ്ങൾ ചോദിച്ചു. ആ താമര കണ്ണുകളാൽ ആകൃഷ്ടരായ വൃന്ദാവനവാസികൾ തങ്ങളുടെ സമസ്തവും കൃഷ്ണനു വേണ്ടി ത്യജിച്ചിരുന്നു. കൃഷ്ണനെ സ്നേഹിക്കാനുള്ള തങ്ങളുടെ തീവ്രാഭിലാഷം മൂലം അവർ സ്വർഗപ്രാപ്തിക്കോ
നിരപേക്ഷ സത്യവുമായി ഐക്യം പ്രാപിക്കാൻ, ബ്രഹ്മദീപ്തിയിൽ ലയിക്കാനോ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എന്തിനധികം, ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിൽ പോലും അവർ തത്പരരായിരുന്നില്ല. ഇടയ ഗ്രാമത്തിലെ ലളിതമായ ജീവിതം കൊണ്ടു അവർ തികച്ചും സംതൃപ്തരായിരുന്നു. അവർ സദാ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ നിമഗ്നരായിരുന്നു. വ്യക്തിപരമായ ഒരു നേട്ടവും ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം അത്യധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ബലരാമനോടു കുശലാന്വേഷണങ്ങൾ നടത്തുമ്പോൾ അവരുടെ ശബ്ദം ഇടറിപ്പോയി. ഹരേ കൃഷ്ണ.